ഇന്ന് ചീനിയും ചാളയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാം. അതിനൊരു കുക്കറിനകത്തോട്ട് ആവശ്യത്തിനുള്ള ചീനി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വെക്കുക. ഞങ്ങൾ ഉണക്ക ചീനിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ചീനിയാണോ, നമ്മൾ നോർമൽ ചീനി എടുത്താലും കുഴപ്പമില്ല. അത് വേവിക്കാൻ വെച്ചിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ച് കടുകിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ സോട്ട് ചെയ്തിട്ട് അതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കണം. സവോള ചെറുതായിട്ട് വേണം അരിയാൻ. അത് ചെറുതായിട്ട് അരിഞ്ഞ് സവോള ആഡ് ചെയ്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, പച്ചമുളക് ചേർത്ത് പിന്നെയും നല്ല രീതിക്ക് സോട്ട് ചെയ്തെടുക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ചേർത്ത് നല്ല രീതിക്ക് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് സോട്ട് ചെയ്ത് അതിലെ വെള്ളം നല്ല രീതിക്ക് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ ചാള ആഡ് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾ തല കളഞ്ഞിട്ടാണ് ചാള എടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തല യൂസ് ചെയ്യാം. അതിനകത്ത് ചാള ആദ്യം യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച ചീനി നല്ല രീതിക്ക് അതിനകത്തൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നിരത്തിയിട്ട് കൊടുക്കുക. ഇപ്പം ഇളക്കാതെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ സൈഡിലെ വെള്ളം മൊത്തം ഇങ്ങനെ തിളച്ചൊന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും ചീനി നല്ല രീതിക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഇളക്കി ആ മീനിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ചീനിയിൽ ഇറങ്ങണം. അങ്ങനെ നല്ല രീതിക്ക് അത് മിക്സ് ചെയ്ത് അത് നല്ല വെന്തൊന്ന് ഉടയുന്ന പരുവാകുമ്പോഴത്തേക്കും ഒരു പാത്രത്തിനകത്തോട്ട് അത് നല്ല സെർവ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളയോ പച്ചമുളകോ മല്ലിയിലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് മുകളിലിട്ട് കൊടുക്കുക. ഞങ്ങൾ സവോളയാണ് യൂസ് ചെയ്തേക്കുന്നത്.